മെന്റൽ ഇഷ്യൂസിന്റെ കാര്യം പറയുമ്പോൾ നമ്മളുടെ ഈ യൂട്യൂബ് ചാനൽസ് തന്നെ പലപ്പോഴും നോക്കിയാൽ ഇതിൽ ഇത്രയും മാത്രം മെന്റൽ അസുഖമുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്ന് ചിന്തിച്ചു പോകും. എന്താ കാര്യം വെച്ചാൽ പലപ്പോഴും പല ചാനൽസിലും നമ്മൾ കാണുന്ന കമൻസ് ശരിക്കും ഇങ്ങനെയുള്ള എന്തെങ്കിലും അസുഖത്തിൻ്റെ ഒരു വിഭാഗത്തിൽപ്പെട്ടവരുടെ ആയിരിക്കണം എന്ന് വരെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ആഹ് എന്താണ് ശരിക്കും ഇങ്ങനെ ഈ ആൾക്കാര് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇല്ലേ, അത് എത്രമാത്രം ഒരാളുടെ മെന്റൽ സ്റ്റാറ്റസിനെ റിഫ്ലക്റ്റ് ചെയ്യും? നമ്മളൊരാളോട് സാധാരണ നിലയിൽ ഒരാളെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ അവരോട് വർത്താനം പറയേണ്ടി വരും. അല്ലേ? അപ്പം നമുക്ക് അങ്ങനെയാണല്ലോ നമ്മൾ ഒരാളെ അസസ് ചെയ്യുന്നത്. പക്ഷേ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരാളിടുന്ന പോസ്റ്റ് കാണുമ്പോൾ തന്നെ അവരുടെ മെന്റൽ സ്റ്റാറ്റസ് നമുക്ക് അറിയാൻ പറ്റും. അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? അവരെങ്ങനെയുള്ള പേഴ്സൺ ആണ്? ഈവൻ എന്തെങ്കിലും വീഡിയോയുടെയൊക്കെ താഴെ വന്ന വീഡിയോയോ വാട്ടെവർ ഫേസ്ബുക്കിലോ ഒക്കെ എന്തെങ്കിലും ഒരാൾ പറയുന്ന ഒപ്പീനിയൻ്റെ ഇതിനായിട്ട് എഗൻസ്റ്റും പോസിറ്റീവും നെഗറ്റീവും ഒക്കെ പറയുന്നത് കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മെന്റൽ സ്റ്റാറ്റസ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇവൻ ഇപ്പം പാസ്പോർട്ട് US വിസയ്ക്ക് വേണ്ടിയിട്ടും അപ്ലൈ ചെയ്യുമ്പോഴും ഒക്കെ ചില രാജ്യങ്ങളൊക്കെ അവരുടെ സോഷ്യൽ മീഡിയ പോലും ചെക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയ അത്ര റിഫ്ലക്റ്റീവാണ്. ഇപ്പം നമുക്കറിയാം, ഇപ്പം ഈവൻ ഇത് ഇന്നിപ്പോൾ ഈ വീഡിയോയുടെ താഴെയാണേലും വന്ന് കമൻ്റ് ഇടുന്നവർ ചിലപ്പം അങ്ങനെയുള്ളവരും ഉണ്ടാവും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ചലഞ്ചിങ് ആയിട്ട് തോന്നുവാണെങ്കിൽ, ഇപ്പം നമ്മൾ കൂടുതലും ലൈഫ് സ്റ്റൈൽ കറക്ഷനെ കുറിച്ചൊക്കെ ഉണ്ട്. ഇന്നിപ്പം ഇതുവരെ നമ്മൾ കറക്ഷനെ കുറിച്ച് പറഞ്ഞില്ല, നമ്മൾ സൈക്കാട്രിക് ഡിസോർഡേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം അവർക്ക് എന്തെങ്കിലും ഇപ്പം ലൈഫ് സ്റ്റൈൽ കറക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അപ്പം കറക്ഷൻ ചെയ്യണ്ടേ? അപ്പോൾ അവർ നമ്മളിപ്പം പറയുന്ന കാര്യങ്ങൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ വരെ ചെയ്തിരുന്നത് തെറ്റാണെന്ന്. അപ്പോൾ പലർക്കും നമ്മൾ ചെയ്ത കാര്യം തെറ്റാണെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യും? അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇത് കാര്യമൊക്കെ പറയുന്നത് ശരിയാണെന്ന് മനസ്സിലായാലും അവർക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് കമന്റ് അങ്ങനെയും ഇടാം. ഇപ്പം നമ്മൾ അത്രയും നമ്മളുടെ മീഡിയയിലൊന്നും അധികം അങ്ങനെ നെഗറ്റീവ് കമന്റ് കാണാറില്ല. കാരണം നമ്മൾ ആരെയും ചലഞ്ച് ചെയ്യുന്നില്ല. പിന്നെ ആകെ എന്നാലും പക്ഷേ ചിലപ്പോഴൊക്കെ ചില ഫ്യൂ ആൾക്കാരുണ്ടായിരുന്നു സ്ഥിരം വന്ന് ആദ്യകാലത്തൊക്കെ. ഇപ്പം ഞാൻ അത്രയും അത് കാണാറില്ല. നെഗറ്റീവ് കമന്റ് ഇടുന്നത് പോലെയുള്ള. അപ്പം അത് ഓരോരുത്തരുടെ ഒരു നേച്ചറാണ്. അപ്പം നമ്മൾ എവിടെയെങ്കിലും നമ്മളൊരു നെഗറ്റീവ് കമന്റ് സോഷ്യൽ മീഡിയയിൽ ഇടുകയാണെങ്കിൽ നമ്മളത് മനസ്സിലാക്കണം. അവരവരുടെ മാനസിക നിലയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് അവരോട് തന്നെ ഒന്ന് ചിന്തിക്കണം. നമുക്ക് ആർഗ്യൂ ചെയ്യാം. എല്ലാവരുടെയും ഒപ്പീനിയനുമായിട്ട് ആരും എല്ലാത്തിനും സമ്മതിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മളൊരു കാര്യം കാണുമ്പോൾ നമ്മളങ്ങ് ഇറിറ്റബിൾ ആകുകയും പൊട്ടിത്തെറിക്കുകയും അതിനകത്ത് ആഹ് ഇതായിട്ട് കമന്റ് ഇടണമെന്നൊക്കെ തോന്നുവാണെങ്കിൽ, നമ്മൾ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എനിക്കെന്നും കൂടെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും.